ഗൈസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരിചയം ഉണ്ടായില്ല, കാരണം ഇത് കുവൈറ്റിലാണ്. കുവൈറ്റിൽ ഒരാളുടെ വീടാണ് കേട്ടോ ഇത്. നിങ്ങൾ ഒട്ടും കണ്ടാൽ വിശ്വസിക്കത്തില്ല, കാരണം ഇത് ഒരാളുടെ വീടാണ്. കുവൈറ്റുകളുടെ വീട് പൊതുവേ ഇങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എന്തായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനത്തെ നമ്മൾ പോകുന്ന വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എടുത്തിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കണ്ടല്ലോ കുവൈറ്റിൻ്റെ വീട്. നമുക്കിതിൻ്റെ പാതിയോ നമുക്കുണ്ടാവത്തില്ല. അത്രയ്ക്ക് സ്റ്റെപ്പിനടക്കം ലൈറ്റൊക്കെ ആക്കി നല്ല വീടാണ്. മുമ്പിനടുത്ത് എൻ്റെ അച്ഛനും അനിയനും എൻ്റെ മുമ്പിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ട്. നമ്മളുടെ വെറുതെ ഒന്ന് ഷോപ്പിങ്ങിന് പോകാൻ അത്രയേ ഉള്ളൂ. ഇവിടുത്തെ ബസ്സും കാറൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഈ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സമയം ശ്രദ്ധിക്കാതെ പോകരുത്, കാരണം ഇവർ അങ്ങനെ അധികം സ്പീഡാണ്. അത്രക്കും സ്പീഡാണ് ഗൈസ്, പറഞ്ഞാൽ കിട്ടത്തില്ല. അതൊന്നും ഓടാതെ അല്ലാണ്ട് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനടക്കം കൂടി നമ്മളെന്തായിരുന്നു, ഇങ്ങനെ പോവുമായിരുന്നു, ഒരു സ്ഥലത്ത് പോവായിരുന്നു. അന്നേരം ഈ സ്ഥലത്ത് നിന്നിട്ട് താഴേക്ക് എൻ്റെ ഒറ്റ ചാട്ടം. അപ്പോൾ വണ്ടി ജസ്റ്റ് മിസ്സായിരുന്നു. എൻ്റെ അനിയൻ്റെ കാല് കുത്താൻ വേണ്ടിയിട്ട് അച്ഛൻ വലിച്ചോണ്ട് രക്ഷപ്പെട്ടു, ഇല്ലേ അതും പോയത്. കണ്ടില്ലേ, ഇവിടെയാണ് ഒരു വലിയ എന്തായിരുന്നു, ഒരു വലിയ മൂണുണ്ടായിരുന്നു. ഹാഫ് മൂണാണ്, ഒരു വലിയ മൂണുണ്ടായിരുന്നു. ഗിന്നസ് ബുക്കിൽ കയറിയ ഒരു മൂണായിരുന്നു, കാരണം അത് അയൺ വെച്ചിട്ട് ഏറ്റവും വലിയ സാധനമാണ്. അയൺ വെച്ചുണ്ടാക്കിയ അത് ഗിന്നസ് റെക്കോർഡ് കയറി എൻ്റെ റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോയവരാണ് സംഭവമൊക്കെ നടന്നത്. എക്സ്ട്രാമുഖത്തിൽ നല്ല ചില്ലായി പോയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ കാടും ചെടിയും കുറേ കാണുന്നില്ല. ഇതിൻ്റെ അപ്പുറമൊക്കെ വലിയ പാർക്കൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഇതിലെ കൂടെ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിലത്ത് മൊത്തം പൂഴിയാണ് ഗൈസ്. മൈ ഗോഡ്, ചെടിയിലിപ്പോൾ തലയ്ക്ക് കയറി പോവേനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. കാണുന്നില്ലേ ഓരോരോ വണ്ടികളൊക്കെ. 5-10 ലക്ഷത്തിൻ്റെ ഒക്കെ വണ്ടിയായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ 5-10 ഒരു അതിനെക്കാട്ടി ഉണ്ടാവും നമ്മുടെ നാട്ടിലത്തെ പൈസ. ഇവിടുത്തെ ഒരു കേടിയെന്ന് വെച്ചാൽ അവിടുത്തെ 270 രൂപയാണ് ഇവിടുത്തെ ഒരു കേടിയെന്ന് വെച്ചാൽ. അപ്പോൾ സാന്ദ്രൻ്റെ പാട് പൈസയൊക്കെ അപ്പോൾ കാണില്ലേ വണ്ടി കണ്ട ഞങ്ങൾ കണ്ടോ, നല്ല ഫസ്റ്റ് ക്ലാസ് വണ്ടിയാക്കി. ഇതൊക്കെ നല്ല വണ്ടിയാണ്, കാണുന്നില്ലേ. ഇവിടുത്തെ മെയിൻ മരമാണ് ഇത്. ഇവിടെ നമ്മളെ ഖജൂറുണ്ടാവും. ഖജൂർ എന്ന് വെച്ചാൽ നമ്മൾ ഈത്തപ്പഴം ഉണ്ടാവത്തില്ലേ, അപ്പോൾ ഈത്തപ്പഴം ഇതിനകത്താണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ മേലെ കുറച്ച് ആവുന്നുണ്ട് ഈത്തപ്പഴം. നമ്മളിങ്ങനെ വിത്തായിട്ടാണ് ആവുന്നത്. ഇവിടെ മെയിൻലി ഭയങ്കര ബുഷാണ് കേട്ടോ. ഒട്ടും അങ്ങനെ മരമൊന്നും ഉണ്ടാകത്തില്ല. മെയിൻലി ബട്ട് ബുഷസ് ആയിരിക്കും കേട്ടോ.